മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പ്രൊപ്പറേറ്റർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LLP രജിസ്ട്രേഷനെ പറ്റി പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാത്ത പല ആളുകളും ഉണ്ടാവും. നിങ്ങളൊരു നോർമൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ലോൺ ഇൻ കേസ് സ്ഥാപനത്തിൽ വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ ലോൺ തിരിച്ചടക്കുക എന്നുള്ളത് 100% നിങ്ങൾ ആ പാർട്ട്നേഴ്സിന്റെ ബാധ്യതയാണ്. അവരെ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ടാണെങ്കിൽ പോലും ആ ഒരു ലോൺ തിരിച്ചടക്കണം. പക്ഷെ ഒരു LLPയിലോട്ട് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നിങ്ങളൊരു ഉദാഹരണത്തിന് 50 ലക്ഷം ലോൺ നിങ്ങൾ എടുത്തു, ഒരു 2 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഒരു സ്ഥാപനത്തിൽ ആക്ച്വലി ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 2 ലക്ഷം രൂപ അതിൽ ബിസിനസ്സിൽ പോയി. നോർമൽ ഏത് ബിസിനസ്സിലായാലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പോകും. പക്ഷെ ബാങ്കിന്റെ എമൗണ്ട് തിരിച്ചടക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ബാധ്യതയാണ്, പാർട്ട്നേഴ്സിന്റെ ബാധ്യതയല്ല. അത് ആ സ്ഥാപനത്തിന്റെ ബാധ്യതയാണ്. അവിടെ അതുകൊണ്ടാണ് അതിനെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ സേഫ് ആണ്. വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാലും എന്താണ്, നമ്മുടെ സ്ഥാപനത്തിനെയാണ് ബാധിക്കുന്നത്, ഇൻഡിവിജ്വലി ഒരു പാർട്ട്നേഴ്സിനെ അതിൽ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്ന പല ആളുകളും കമ്പനി ആയിട്ടും LLP ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർട്ട്നേഴ്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പാർട്ട്നേഴ്സിനെ നമുക്ക് ഒരു LLP ബിസിനസ്സിൽ നമുക്ക് ചേർക്കാൻ പറ്റും. പല ആളുകളും കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലൈൻറ്റ്സ് ആണ്. ഒരുപാട് ഫയലിംഗ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ഇൻ കേസ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LLPയിലാകുന്ന സമയത്ത് കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റുകളും ഉണ്ട്, പാർട്ണർഷിപ്പിന്റെ എല്ലാ പോരായ്മകളും ഒഴിവാക്കിയിട്ടാണ് LLP വരുന്നത്. ഓക്കെ, അതുകൊണ്ട് LLP എന്നുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളൊരു നോർമൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ചിന്തിക്കാം, നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ആയിട്ട് ചെയ്യണോ അതോ LLP ആയിട്ട് ചെയ്യണോ എന്നുള്ളത്.